ഞാൻ അഡ്വക്കേറ്റ് സേനാപതി വേണു ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. 2016 തെരഞ്ഞെടുപ്പിലും ഞാൻ UDF സ്ഥാനാർത്ഥിയായിരുന്നു. 1109 വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടത്. ചെറിയൊരു മാർജിനിൽ അന്ന് പരാജയപ്പെട്ടു. 2021 ഞാൻ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ എനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും 2026 ഐക്യജനാധിപത്യ മുന്നണി എനിക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു. വലിയ വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ഇറങ്ങി. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുള്ളത് CPM ആണ് അതിന് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർ തന്നെ മാറ്റിയത് എന്നുള്ളത് അവരാണ് അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല മറുപടി പറയേണ്ടത്. കാരണം എം മണി പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം മത്സരിക്കാൻ തൽപരനാണ് എന്ന് അദ്ദേഹം പൊതുസമൂഹത്തോട് പറയുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തി അദ്ദേഹത്തെ എന്തിനു മാറ്റി എന്നുള്ള ചോദ്യം അതിനുത്തരം പറയേണ്ടത് CPM ആണ്. അവരാ മറുപടി പറയും, ഞങ്ങളല്ല അതിന്റെ മറുപടി പറയേണ്ടത്. പിന്നെ വികസനം എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ്. അത് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പോൾ മുടങ്ങി നിൽക്കുന്നതും അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ടതുമായിട്ടുള്ള വികസനങ്ങൾ തുടരണം. സ്വാഭാവികമായി നമുക്കറിയാം, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 2026 വരുമ്പോൾ ഉടുമ്പൻചോലയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന അവർക്കൊപ്പമുള്ള ഒരു MLA ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ വികസന തുടർച്ച അതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് വികസനം എന്നുള്ളത് ആരുടെയെങ്കിലും കാലത്ത് നടക്കുന്നു എന്നുള്ളതല്ല, അതൊരു തുടർ പ്രക്രിയയാണ്. ആ പ്രക്രിയ നടക്കണം, അത് നാടിന് വേണ്ടി. അല്ല, BDJSന് NDAയുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, നിശ്ചയമായും അവർക്കത് ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ 2016 പോലെ ഒരു മുന്നേറ്റം BDJSന് നടത്താൻ കഴിയില്ല. അന്ന് നമുക്കറിയാം, നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള മുദ്രാവാക്യമൊക്കെ കേരളത്തിൽ നമ്മൾ മുഴങ്ങിക്കേട്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ അത്തരത്തിലൊരു മുന്നേറ്റത്തിന് BDJSന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ NDAക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ വോട്ട് ബാങ്കിൽ അവർ നിൽക്കും എന്നുള്ളത് നമുക്കറിയാം. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഒരുപക്ഷെ ഇന്ത്യയിലല്ല ലോകത്തിൽ ഏലം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഉടുമ്പൻചോല. അത് ലോകത്ത് മറ്റൊരിടത്തുമില്ല. ഏലം, അതാണ് കാർഡമം ഹിൽ റിസർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടുമ്പൻചോലയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇവിടെ ഭൂനിയമങ്ങൾ പലതും നിൽക്കുന്നു, നിർമ്മാണ നിരോധനം നിൽക്കുന്നു, പട്ടയ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വന്നതിന്റെ കാരണം ഏലം കൃഷിക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെ ഏലമലക്കാട്, കാർഡമം ഹിൽ റിസർവ് എന്ന നിർവചനം കൊടുത്ത് ആ നിർവചനത്തിന്റെ മറവിൽ നമ്മളെ ഒരുപാട് കുരുക്കുകളിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. മനുഷ്യന് സ്വതന്ത്രമായിട്ട് കെട്ടിടം പണിയാൻ അല്ലെങ്കിൽ മനുഷ്യന് സ്വതന്ത്രമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തിന് ഈ ജില്ലയെ, പ്രത്യേകിച്ച് ഉടുമ്പൻചോല താലൂക്കിനെ വരിഞ്ഞു മുറുക്കുന്ന കുറെ കരിനിയമങ്ങളുണ്ട്. ഇവിടെ ബഫർ സോൺ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം